ഒരുപാട് വർഷം കൊണ്ട് ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു ബിസിനസ് ഒറ്റ തെറ്റിന്റെ പേരിൽ നിന്ന് പോയൊരു കഥയായിരുന്നു ചേച്ചിക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത്. മകളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന മുടികൊഴിച്ചില് എങ്ങനെയെങ്കിലും കുറയ്ക്കാനായിട്ട് ഒരു വൈദ്യനെ കൊണ്ടുവന്ന് ആ വൈദ്യനെ കൊണ്ട് ഉണ്ടാക്കിച്ചൊരു മരുന്ന്. ആ മരുന്ന് തേച്ച് മകളുടെ മുടി വന്നു കഴിഞ്ഞപ്പോൾ അത് നാട്ടുകാർക്ക് കൂടെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി അതൊരു ബിസിനസ് ആക്കി ചേച്ചി. മകളുടെ മുടിയും ഹസ്ബൻഡിന്റെ കഷണ്ടിയും അങ്ങനെ അറിയാവുന്ന കുറെ പേരുടെ നല്ല ടെസ്റ്റിമോണിയലൊക്കെ ആയിട്ട് ആ പ്രോഡക്റ്റ് അങ്ങ് വിപുലീകരിക്കാൻ ചേച്ചി തീരുമാനിച്ചു. ആദ്യം വീട്ടിലുണ്ടാക്കി പാക്ക് ചെയ്തിരുന്ന പ്രോഡക്റ്റ് ഒരു കാലത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഷെൽഫുകളിൽ പോലും എത്തിയിരുന്നു. എല്ലാം ഭംഗിയായി പോകവേ പെട്ടെന്നൊരു ദിവസം ചേച്ചിയുടെ കയ്യിലേക്ക് ഒരു നോട്ടീസ് വന്നു. ചേച്ചി ഉപയോഗിച്ചിരുന്ന ബ്രാൻഡ് നെയിം മറ്റൊരാളുടെ പേരിൽ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ളതാണെന്നും ഇനി ആ പേരിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നും കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ആയിരുന്നു അത്. അത്രയും നാളിനിടയ്ക്ക് അറിയപ്പെടുന്ന ഡോക്ടർമാരടക്കം പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു ചേച്ചിയുടെ ഈ ഓയിൽ. എന്നാൽ ഈ ഇഷ്യൂയോടെ എല്ലാം അവസാനിപ്പിക്കേണ്ടി വന്നു. എല്ലാം വീട്ടിലെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചു, കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ പറഞ്ഞു വിട്ടു. പക്ഷേ ഒന്നും അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല ചേച്ചി. അതെ, ചിലതൊക്കെ നമ്മളെ വിട്ടു പോവില്ല, മറ്റു ചിലതൊക്കെ നമുക്കങ്ങനെ വിട്ടിട്ട് പോവാനും കഴിയില്ല. അങ്ങനെ ചേച്ചി ഒരിക്കൽ കൂടി ശ്രമിക്കുകയാണ്. പ്രോഡക്റ്റിന്റെ പേര് മാറ്റി, ബോട്ടിലിംഗ് രീതി മാറ്റി, വീട്ടിലുണ്ടാക്കുന്നതിന് പകരം ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ചേച്ചിക്ക് അത്രമാത്രം വിശ്വാസമാണ് സ്വന്തം പ്രോഡക്റ്റിനെ. എത്രയോ മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മളുടെ ഇടയിൽ ഹെയർ ഓയിലുകൾ വിൽക്കുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മളൊന്ന് മനസ്സെറിഞ്ഞ് ശ്രമിച്ചാൽ ഈ ബ്രാൻഡും നാളെ ലോകോത്തരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം ഇമോഷൻസ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അത്രമാത്രം കഷ്ടപ്പാടുണ്ട് ഈ പ്രോഡക്റ്റിന് പുറകെ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സക്സസ് ആകുമ്പോഴല്ലേ എന്നെപ്പോലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം. താങ്ക് യു.